എന്താണ്? സതീശൻ. മോഹൻദാസ് വൈദ്യരുടെ അടുത്ത് വരാനുണ്ടായ കാരണം ചികിത്സയ്ക്ക് വന്നു അല്ലേ? എവിടെയാണ് സ്ഥലം? എവിടെയാണ്? തിരുവനന്തപുരം. എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ? മോഹൻദാസ് വൈദ്യരുടെ അടുത്ത് വരാനും ചികിത്സയ്ക്ക് വന്നു എന്നറിഞ്ഞു. അത് എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ? അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ വീട്ടിൽ അച്ഛനും ചേട്ടനൊക്കെ അസുഖം ഉണ്ടായിരുന്നു. മരുന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ള ഒരു അസുഖത്തിൻ്റെ പേര് പോലും അറിഞ്ഞിട്ടായിരുന്നു. പിന്നെ ആ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ ഈ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ഒരു 8-9 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ആൾ മരിച്ചു പോവുകയാണ് ചെയ്യണം. അതാണ് ഈ രോഗത്തിൻ്റെ അവസ്ഥ. അല്ല, രോഗം എന്തൊന്നുമില്ല, ആർക്കുണ്ടോ മരണമാണ് ഇതിൻ്റെ അവസാനം. അല്ല, ഏത് നിങ്ങൾ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് അവരെന്താണ് പറഞ്ഞിട്ടുള്ളത്? അവർ ചികിത്സകൾ നോക്കിയിട്ടില്ല? നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും, പ്രൈവറ്റ് ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേക്കും പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനുവേണ്ടി ചികിത്സിക്കേണ്ട, ഇതിന് മരുന്നുമില്ല, ട്രീറ്റ്മെൻറ്റും ഇല്ല എന്ന് പറഞ്ഞു വിട്ടത്. അപ്പം ഞാൻ വിദേശത്ത് വല്ലതും ഉണ്ടെന്ന് ഞാൻ തിരക്കായിരുന്നു. വിദേശത്തല്ല, എവിടെ പറഞ്ഞാൽ ഇതിന് ട്രീറ്റ്മെൻറ്റോ മരുന്നോ ഇല്ലെന്നാണ് പറഞ്ഞു വിട്ടത്. അപ്പോൾ ലെൻസ് ശ്വാസകോശങ്ങളിൽ നിന്ന് പോയിട്ട് ബ്ലഡിനെ ശുദ്ധീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിലാണ് ചർമ്മങ്ങൾ ശോഷിച്ച് അസ്ഥിതാകുന്നത്. ഇനി അതിൻ്റെ യഥാർത്ഥ വിവരം പുള്ളിയുടെ ഭാര്യ തന്നെ പറയും. എവിടെയായിരുന്നു? തിരുവനന്തപുരത്ത് എവിടെയാണ്? തമ്പാനൂർ. ഇതെങ്ങനെയായിരുന്നു ആദ്യത്തെ സ്റ്റാർട്ടിങ്? എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് വെച്ചാൽ ഈ കുടിച്ചിട്ട് നടക്കുമ്പോൾ ഒരു ബാലൻസ് തെറ്റുക, പിന്നെ കണ്ണിന് കാഴ്ച കുറയുക, പിന്നെ സംസാരം നന്നായിട്ട് കുഴച്ചിലായിരുന്നു. അപ്പോൾ ഇത് എവിടെയൊക്കെ എന്താണ് മറ്റുള്ളവർ നിങ്ങളുടെ കുടുംബത്ത് പലരും ആയുർവേദത്തിൽ പോയവരുണ്ടെന്ന് പറഞ്ഞു? ആയുർവേദത്തിലും പോയവരുണ്ട്, അലോപ്പതിയിലും പോയവരുണ്ട്. എല്ലാ ചികിത്സകളും നോക്കിയിട്ടുണ്ട് നിങ്ങൾ? എല്ലാ ചികിത്സകളും നോർമലായിട്ട് ആൾക്കാരും മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനിയും ദൈവം നമ്മുടെ ഔഷധങ്ങളുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാലും ആയുർവേദത്തിലില്ലാത്ത ഔഷധം. പക്ഷെ അത് എങ്ങനെ, ഏത് കാലാവസ്ഥ, കഫശരീരമാണോ പിത്തശരീരമാണോ, പ്രായം, നേരം, കാലാവസ്ഥ, ഇതെല്ലാം നോക്കി ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഘടന, ഉഷ്ണശരീരമാണോ പിത്തശരീരമാണോ, വായു കോപിച്ചതാണോ, കഫം ശോഭിച്ച് ഇതാവുന്നതാണോ, അത് ജന്മസിദ്ധാന്തങ്ങളിലാണോ, ഇതൊക്കെ നമ്മൾ ഒത്തിരി ആഴങ്ങളിൽ പഠിച്ചതിന് ശേഷമാണ് നമുക്ക്. ഇപ്പോൾ ധാര ചെയ്യാന്ന് പറഞ്ഞാൽ പല ധാരകളുണ്ട്. തിരുമുക എന്ന് പറഞ്ഞാൽ 120 വിധമാണ്. എല്ലാ രീതിയിലുള്ള അല്ല തിരുമ. കാരണം ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ കൈ അമർത്തി കൊടുത്ത് തിരുമിക്കഴിഞ്ഞാൽ ഞരമ്പുകൾക്ക് ഭയങ്കരമായിട്ട് ഡെഡായി പോകും. അങ്ങനെയാണ് ഇവരുടെ മറ്റൊരു ചേട്ടന് ആയുർവേദത്തിൽ കൊണ്ട് തിരുമിയിട്ട് തളർന്നു പോയി വീണ്ടും അവർ വീട്ടിൽ കൊണ്ടുവന്ന് മരിക്കാൻ ഇടയായെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെഴുതി ഇവർ ആയുർവേദം തൊടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം ഇതിൻ്റെ അതാ രീതി അറിഞ്ഞ് ചെയ്യാനുള്ള ആയുർവേദ ചികിത്സകൾ വേണം. അല്ലാണ്ട് മുട്ടുവേദനയ്ക്ക് മകാരാസനാദി അല്ലെങ്കിൽ വാദത്തിന് ഇന്ന മരുന്ന് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് കാലാവസ്ഥകളും രീതികളും 10,000 വർഷങ്ങൾക്ക് മുമ്പ് ചികിത്സ ഇത് മർമ്മ സിദ്ധാന്തത്തിൻ്റെ ചികിത്സകളാണ്. ആ ചികിത്സാ രീതിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതോരോ മരുന്നിൻ്റെ നീരുകളാണ്. ഇത് നമ്മൾ VFM പുനർജനി മർമ്മ ചികിത്സാലയത്തിൻ്റെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് തലവേദന, കണ്ണ് കാഴ്ചക്കുറവ്, ഉറക്കമില്ലായ്മ, മുടി കൊഴിയുക, മുടി കുട്ടികളുടെ നരയ്ക്കുക എന്നിവയ്ക്കൊക്കെ അതിഉത്തമമായ ഒരിതാണ്. അതുപോലെ തന്നെ നമ്മുടെ വിഭ്രാന്തികൾ, ചൂട് കൂടുക, മുടി കൊഴിയുക, അതിനൊക്കെയുള്ളതാണ് നമ്മളിപ്പോൾ ഇത് തയ്യാർ ചെയ്യുന്നത്. ഇത് 1-2 ദിവസങ്ങൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ബ്രഹ്മിക്ക് വള്ളി ഒഴിഞ്ഞ കയ്യുന്നി, അമൃത്, പനങ്കുല, നമുക്ക് 10-11 കൂട്ടം നീരുകളാണ് നമുക്ക് ഇതായിട്ടുള്ള വേണ്ടത്. ഇതെല്ലാം ഓരോ നമുക്ക് ഇതിനകത്തേക്കെന്ന് പറയുമ്പോൾ തേങ്ങാപ്പാൽ, ആട്ടുംപാൽ, എരുമപ്പാൽ, പശുവും അങ്ങനെ പാലുകൾ 4 വിധം വേണം. തേങ്ങ ചിരണ്ടായിരുന്നു പറഞ്ഞത്. തേങ്ങ ആണ്ട് ഞങ്ങളിത് ചിരണ്ടത് കുഴപ്പമില്ല അല്ലേ? കൃത്യമായിട്ട് എണ്ണ ഒഴിക്കണം. ഇതായിട്ടുള്ള രണ്ടാമത്തേതുള്ള
കാല് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും കൂടെ അല്ലേ വളർന്നു. ഇന്നിപ്പോൾ കാലൊക്കെ സ്റ്റഡിയായി. നേരെ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ അനേക രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. അനേക ചികിത്സാ രംഗത്ത് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇതാകില്ല എന്നുള്ള ചിന്തയിൽ ഞാൻ രക്ഷപ്പെടുത്തിയ ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. സതീഷ്, തിരുവനന്തപുരം. ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് കൊണ്ട്, കാരണം ആയുർവേദത്തിൽ അലോപ്പതി ചികിത്സയിൽ വിശ്വാസമില്ല എന്നാണ് ആ വ്യക്തിയുടെ അളിയൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു രോഗിയുണ്ട്. ഞാൻ പറഞ്ഞു ആ വ്യക്തി വേണ്ട, അത് വിട്ടുകള എന്ന് പറയുന്നത്. അന്നേരമാണ് പറയുന്നത്, അല്ല എൻ്റെ അളിയനാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ സാർ ഒന്ന് നോക്കണം. കാരണം പുള്ളിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നത്, പുള്ളിയുടെ കുടുംബത്തിൽ അനവധി പേര് ആയുർവേദത്തിൽ പോയി നടന്നു പോയവര് തളർന്നാണ് വന്നത്. അത് കഴിഞ്ഞ് മരിച്ചുപോയതിൻ്റെ പേരിലാണ് വിശ്വാസമില്ല എന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ പുള്ളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാറിന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷെ സാറൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ശരി വരട്ടെ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ വിശ്വാസമില്ലെങ്കിലും എൻ്റെ അടുത്ത് വന്നു. ഇനി ബാക്കിയുള്ള കാര്യം പുള്ളി പറയും എന്ന് പറഞ്ഞു. വിശ്വാസമില്ലാത്ത വേറൊന്നുകൊണ്ടല്ല, എൻ്റെ കുടുംബം തന്നെ ഏഴുമാനം നടന്നിട്ടുണ്ട്. ആയുർവേദത്തിലും അലോപ്പതിയിലും ഒന്നും ഇതിന് ട്രീറ്റ്മെൻറ്റ് ചികിത്സയില്ല എന്ന് പറഞ്ഞാണ്. ഞാൻ വിദേശത്ത് വരെ ഉണ്ടാകുന്ന തിരക്കിയതാണ്, അവിടെ പോലും ഇല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ എങ്ങനെയാണ് വിശ്വാസത്തിൽ വന്നത്? എങ്ങനെയാണ്, എന്താണ് ഇപ്പോൾ അനുഭവങ്ങൾ? എന്റെ കണ്ണിന്റെ ലുക്കിൽ ഒരുപാട് മാറ്റം വന്നു, സൗണ്ടിൽ മാറ്റം വന്നു, സംസാരശേഷി വന്നു. പിന്നെ നടക്കുന്നതിൽ ഇപ്പം പഴയതുപോലെയല്ല, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ വ്യക്തിയുടെ അസുഖം എന്ന് പറയുന്നത് മസൽ വേസ്റ്റേജ് എന്ന് പറയുന്ന ഒരു രീതി വന്നിട്ട് ബ്ലഡില് പ്രതിരോധിക്കാൻ ശക്തിയില്ലാതെ വന്നു കഴിഞ്ഞ ശേഷം ശോഷിച്ചു പോവുക. ഇപ്പൊ ഈ കാണുന്ന ഫേസ് ഒന്നും ആയിരുന്നില്ല അന്ന്, വളരെ ശോഷിച്ച് വളരെ ഇതോടുകൂടി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പം കണ്ണിന്റെ കാഴ്ച, കൃഷ്ണമണി നമ്മൾ നോക്കുവാണെങ്കിൽ എങ്ങോട്ടോ നോക്കുന്ന രീതിയിലായിരുന്നു. അതേപോലെ സംസാരം, ഞങ്ങൾ മുടി വെട്ടിക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞ് പോയിട്ട് അവിടെ കടയിൽ പോയി ഒരു വലിയ പ്രശ്നങ്ങൾ കാണുന്നു. കാരണം പുള്ളി, ഞാൻ അപ്പുറത്ത് പോയായിരുന്നു, പുള്ളി പൂസായിട്ട് പോവാന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരാള് ഒത്തിരി പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. കാരണം വീട്ടുപേര് ചോദിക്കുമ്പോഴോ അല്ലെ എവിടുന്നാ വന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാൻ കഴിയുന്നില്ല, വാക്ക് വരുന്നില്ല. അങ്ങനെ ഉണ്ടായ ഒരു അവസ്ഥയും കൂടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ആദ്യമേ. ട്രീറ്റ്മെന്റിൽ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞ് പോയായിരുന്നു. അതിൽ തന്നെ എനിക്കൊരു 40% മാറ്റം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 6 മാസം വെച്ച് 2ാം ഘട്ട ട്രീറ്റ്മെന്റ് വന്നിരുന്നു. ഞങ്ങൾ ഇന്ന് പോയ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇപ്പൊ തന്നെ എനിക്ക് വീണ്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നട്ടല് നിവർന്നു, കാലിന്റെ വണ്ണം, കാലിന്റെ വളവുകൾ നിവർന്നു. അതേപോലെ തന്നെ കൃഷ്ണമണികൾ കൃത്യമായി വന്നു. പിന്നെ മുഖങ്ങൾ വളർന്നു, ശരീരത്തിന് തൂക്കം വന്നു, നിറം വന്നു. നടക്കാൻ ആരും ഇനി പിടിക്കണ്ട, എടുക്കണ്ട, സ്വന്തമായിട്ട് നടക്കാനും എക്സസൈസ് ചെയ്യാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരവസ്ഥ അതിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഇനി അതിന്റെ യഥാർത്ഥ ഒരാൾ പറയും, ഓരോ ദിവസങ്ങള് മരണം എണ്ണി കഴിഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. ചികിത്സയില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ രാവുകളില്ല, ഉറക്കമില്ല, ഊണില്ല, ഏത് നിമിഷവും എന്ത് സംഭവിക്കാം എന്ന് പറഞ്ഞാൽ. ഇപ്പം നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഭർത്താവിന് ചികിത്സയ്ക്ക് പോലും പോകാൻ മടിയായിരുന്നപ്പോൾ ഇപ്പം നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? എന്താണ് പുനർജനി മോഹൻദാസ് വൈദ്യരുടെ അടുത്ത് വന്നപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം? ഇനിയിപ്പോൾ ചികിത്സയുണ്ടോ? ഇനി മറ്റുള്ളവർ ഇതേപോലെ മരണം കാത്തു കിടക്കുന്നവരുണ്ട് എല്ലാ ചികിത്സകളും ഉപേക്ഷിച്ചിട്ട്. ഇനി അവരോടൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ ഞങ്ങൾ തിരുവനന്തപുരത്തുനിന്ന് വരെയാണ്. എൻ്റെ ഭർത്താവിനായിരുന്നാലും ഭർത്താവിൻ്റെ വീട്ടില് അച്ഛനും സഹോദരങ്ങൾക്കും എല്ലാം ഈ ശരീരം ശോഷിച്ച് കണ്ണു കാണാതെ ഒരു തീർന്ന് കിടപ്പായി മരിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇടുക്കിയിൽ മോഹൻദാസ് വൈദ്യർ, പുനർജനി മോഹൻദാസ് വൈദ്യരുടെ അടുത്തൊരു ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് എൻ്റെ ചേട്ടൻ മുഖേന എന്തോ ദൈവഭാഗ്യത്തിൽ വന്ന് എത്തിച്ചേർന്നത്. പക്ഷെ ആദ്യഘട്ടം കഴിഞ്ഞ് 3 മാസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അതിൽ തന്നെ നല്ല 40 പറഞ്ഞാൽ പോരാ, 50% കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറം എനിക്ക് മാറ്റങ്ങൾ കണ്ട്. അതിനുശേഷം ഇത് 2ാമത്തെ ഘട്ടത്തിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും നല്ല മാറ്റമുണ്ട്, ഭയങ്കര സന്തോഷം. കാരണം ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ എന്നെപ്പോലെ മനസ്സുകൊണ്ട് ഉരുക്കി പുറമേ കാണിക്കാൻ പോലും പറ്റാതിരിക്കുന്ന ഒരുപാട് പേര് കാണും. ഈ വീഡിയോ കാണുന്നവർ, ഞാൻ പറയുന്നത് വെച്ചാൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, ഏത് കാര്യത്തിനും ട്രീറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ജന്മത്തിൽ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കിട്ടൂല എന്ന് വിചാരിക്കണം. അലോപ്പതി ആയിരുന്നാലും ആയുർവേദത്തിലായിരുന്നാലും ഇങ്ങനെയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും നമുക്കറിയാൻ പറ്റും വീട്ടിലെ അവസ്ഥ എങ്ങനെയാണെന്ന് കണ്ട് വരണം.
എൻ്റെ ഭർത്താവ് ഏതവസ്ഥയിലോട്ട് പോകും എന്ന് നല്ലവണ്ണം അറിയായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പം എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മോഹൻദാസ് വൈദ്യരുടെ ഒരു കഴിവുകൊണ്ട് മാത്രം തന്നെയാണ്. വെച്ചാല് ഈ ഒരു വ്യക്തി വന്നപ്പോൾ അനേക ചികിത്സകർ വന്നെങ്കിലും എൻ്റെ ബ്രെയിൻ മരവിച്ചു പോയ, ഞാൻ ഡിപ്രഷനിലായി പോയ ഒരു വ്യക്തിയാണ്. കാരണം ലോകത്തെ ചികിത്സയില്ല. ആയുർവേദത്തിൽ പോയി ഇവരുടെ 7 പേരോളം ഇവരുടെ കുടുംബത്തിൽ മരിച്ചു. ഈ വ്യക്തി ഒരു രോഗി എന്ന് പറയുന്നത് ചികിത്സയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിലാണ് ആ രോഗിയെ ചികിത്സിക്കാൻ നമുക്ക് കഴിയുക. പക്ഷേ ഈ വ്യക്തിക്ക് വിശ്വാസമില്ല, 2 കണ്ണ് കാഴ്ചയില്ല, സംസാരശേഷിയില്ല. അപ്പോൾ ആ ലെവലിൽ ശരീരം ഉണങ്ങി അത് കഴിഞ്ഞ് വിറച്ച് ഇവിടെ വരുമ്പോൾ വിറയ്ക്കുന്ന ഒരിതാണ്, നടക്കാൻ കഴിയില്ല, ഒരാളുടെ സഹായം വേണം. അപ്പോൾ ഈ വ്യക്തിയെ ചികിത്സിക്കുന്നത് എങ്ങനെ? അപ്പം ഏറ്റവും കൂടുതൽ ഇതിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇതിക്ക് മുമ്പ് സൈസെറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂട്ടുകാരനെ, അതായത് ശരീരമൊക്കെ ഉണങ്ങി വിറച്ചു പോകുന്ന, അമേരിക്കയിൽ വരെ പോയവരാണ്. അപ്പോൾ ആ വ്യക്തിക്ക് ചികിത്സയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. എന്താണേലും ഇന്ന് ഹൈ ലെവലില് ഇന്ന് വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്ന ആ വ്യക്തി, സൈസെറ്റിന്റെ ഒരു കൂട്ടുകാരൻ, ആ വ്യക്തി പറഞ്ഞിട്ടായിരുന്നു വന്നത്. ആ വ്യക്തിനെ രക്ഷപ്പെടുത്തിയതിന്റെ ഈ ഇത്രയും ജനങ്ങളിൽ വെച്ചിട്ട് അതിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് ശരി നോക്കാം എന്ന് പറഞ്ഞു. ആദ്യം പറ്റിയെന്ന് പറഞ്ഞെങ്കിലും അത് കഴിഞ്ഞ് വന്നു. ഇന്നിപ്പോ കണ്ണിന്റെ കാഴ്ച, അതുകൊണ്ട് തന്നെ മുഖം, സംസാരശേഷി, അങ്ങനെ ഓരോ ദിവസവും മരണം മാത്രം കാത്തു നിന്നാണ്. അപ്പൊ അത് എന്റെ മിടുക്കല്ല, ധന്വന്തരി മൂർത്തിയുടെയും ദൈവാനുഗ്രഹത്തിന്റെയും എൻ്റെ ഗുരുക്കന്മാരുടെ മുമ്പിലേക്ക് സർവാംഗം ഞാൻ നമിച്ചുകൊണ്ട്, എൻ്റെ ചികിത്സാ രംഗത്ത് എൻ്റെ വിജയമല്ല ഇത്, സമൂഹത്തിന്റെയും എല്ലാവരും തന്ന പിന്തുണയും ചികിത്സ നമ്മുടെ ഗുരുക്കന്മാരുടെ കാലാന്തരങ്ങൾക്ക് മാറ്റുവാൻ നമുക്കിതൊരു വലിയ പ്രചോദനമാണ്. ആയുർവേദവും അലോപ്പതിയും എല്ലാം ഉപേക്ഷിക്കപ്പെടുന്ന ഈ രോഗികളെ സുഖപ്പെടുത്തി ഇതേ കണക്ക് കാണുന്ന ഒരു സന്തോഷം. എൻ്റെ കുട്ടി എന്ന് പറയുന്നത് അതേ കണക്ക് നമുക്ക് ആ ലക്ഷ്യങ്ങളിലൊരു സ്ത്രീയാണ്. കാരണം ഇത്രയും അവസ്ഥയെല്ലാം കണ്ടുകൊണ്ടാണ് ആ കുട്ടി ഈ വ്യക്തിനെ നോക്കാൻ ഭാര്യയായിട്ട് വരുന്നത്. അത് വലിയൊരു ചരിത്രമാണത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും എനിക്ക് വിവരിക്കുന്നില്ല. എന്താണേലും ഒരു ദേവസ്ത്രീയാണ്, ദൈവികമായിട്ടുള്ള ഒരിതാണ്. അപ്പം ഈ ഇങ്ങനെയുള്ള ചികിത്സകൾ നിങ്ങൾ ദിവസങ്ങൾ എണ്ണണ്ട, ധൈര്യമായിട്ട് എൻ്റെ നമ്പർ 88 48 42 34 57. ഏത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ വിളിക്കുക. അതിന് മരുന്നുകളുണ്ട്, അത് നമ്മൾ ഉണ്ടാക്കുകയാണ്. കാലാവസ്ഥയും ഓരോ രീതിയിലും മനുഷ്യ ശരീരം, കഫശരീരമാണോ, ഉഷ്ണശരീരമാണോ, പിത്തശരീരമാണോ, അവന്റെ കാലാവസ്ഥ രീതി, അവന്റെ ബ്ലഡിന്റെ അവസ്ഥകൾ, അവന്റെ ഹോർമോണുകൾ എങ്ങനെ പ്രവർത്തിക്കണം, ഏതാണ് ഏത് സമയത്താണ്, അതനുസരിച്ചാണ്. അതാണ് പുനർജനി മോഹൻദാസ് വൈദ്യര് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത്തോളമായി നിങ്ങളൊക്കെ തന്നെയാണ് ഇതേ കണക്ക് എന്നെ ഇവിടം വരെ ഉയർത്തിയ ദൈവത്തിന്റെ ആ വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്.